ഹായ്, ഇന്ന് നമ്മൾ വന്നിട്ടുള്ളതൊരു പിസ്സ ബർഗറിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നല്ല സൂപ്പർ റെസിപ്പി ആട്ടോ, നല്ല ടേസ്റ്റിയാണ്. അതേപോലെ തന്നെ പെട്ടെന്ന് പിസ്സയോ ബർഗറൊക്കെ കഴിക്കണമെങ്കിൽ ഇത് ഇന്ന് ഉണ്ടാക്കി കഴിച്ചാൽ മതി, അത്ര രുചിയാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. ആദ്യം തന്നെ ഒരു പാനിലോട്ട് നമുക്കൊരു ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിച്ച് കൊടുക്കുക. എണ്ണ ചൂടാക്കുമ്പോഴത്തേക്കും 1.5 ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഒരു 1-2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഒന്ന് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് 1 മിനിറ്റോളം നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കുക. അതിനുശേഷം നമ്മളിതിലോട്ട് ഒരു മീഡിയം സൈസിലുള്ള സവാള ചെറുതായിട്ട് അരിഞ്ഞിട്ട് നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. കൂടുതൽ ബ്രൗൺ കളർ ആവേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് ഈ സവാളയൊക്കെ ഒന്ന് സോഫ്റ്റായി കിട്ടിയാൽ മതി. ആ ഒരു പരിവാകുമ്പോഴത്തേക്കും നമുക്കിതിലോട്ട് ഒരു 300 ഗ്രാമോളം എല്ലില്ലാത്ത ചിക്കൻ ഉണ്ടല്ലോ, ബോൺലെസ് ചിക്കൻ, അത് ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തിട്ട് നമുക്കിതിലോട്ട് ഒന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. ചിക്കൻ്റെ കളറൊക്കെ മാറി ഇതേപോലെ ഒരു വൈറ്റ് കളർ ആവുന്ന വരെ നമ്മളിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. അപ്പോൾ ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ ആയിട്ട് ഇളക്കി കൊടുത്താലും മതി കേട്ടോ. ഇനി നമുക്കൊരു മീഡിയം ഫ്ലെയിമിലോട്ട് നമുക്ക് തീ മാറ്റിയെടുക്കാം. ഇപ്പോൾ ചിക്കനിൽ നിന്ന് ചെറുതായിട്ട് വെള്ളമൊക്കെ ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു പരിവാകുമ്പോഴത്തേക്കും നമുക്ക് ഇതിലോട്ട് അടുത്തായിട്ട് ചേർക്കാനുള്ളത് ഒരു 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് ഒരു 1/2 ടീസ്പൂണോളം ചതച്ച മുളകും 1/2 ടീസ്പൂണോളം ഒറിഗാനും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് ഈ ചിക്കൻ ഒന്ന് മിക്സ് ചെയ്ത് കുക്ക് ചെയ്തെടുക്കണം കേട്ടോ. നമ്മൾ ഇതുവരെ ഇതിലോട്ട് ഉപ്പൊന്നും ചേർത്തിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ട് തന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. അതേപോലെ തന്നെ ഒരു ടേബിൾ സ്പൂണോളം ടൊമാറ്റോ സോസും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കൊരു 2-3 ടേബിൾ സ്പൂൺ പിസ്സ സോസും കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ സോസാണ്, നമുക്ക് വീട്ടിൽ തന്നെ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, ആവശ്യമുള്ളവരൊന്ന് ചെക്ക് ചെയ്താൽ മതി. എന്നിട്ട് ഇതെല്ലാം കൂടി ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് ഈ ചിക്കൻ ഇതിലിട്ട് നല്ല പോലെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇനി നമ്മൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് കുറച്ച് ക്യാപ്സിക്കം നീളത്തിൽ അരിഞ്ഞതും പനീരും ആണ്. പനീർ ഇവിടെ ജസ്റ്റ് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് എണ്ണയിൽ ജസ്റ്റ് ഒന്ന് വറുത്തെടുത്ത പനീറാണ്, അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടി ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ചിക്കനൊക്കെ നല്ല പോലെ ഒന്ന് കുക്കായി കിട്ടുന്ന വരെ വേണം നമ്മളിതൊന്ന് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ നല്ല പോലെ കുക്കായി സോസൊക്കെ നല്ല പോലെ പിടിച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഫില്ലിംഗ് ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി ഞാൻ ഇവിടെ ഒരു സാധാരണ സ്റ്റീൽ പ്ലേറ്റ് എടുത്തിട്ടുണ്ട്. അതിനിടയിൽ ഒരു ബട്ടർ പേപ്പറിൽ കുറച്ച് ബട്ടർ പുരട്ടി വെച്ചിട്ടുണ്ട്. ബട്ടർ പേപ്പർ ഇല്ലാത്തൊരു കുഴപ്പമൊന്നുമില്ല കേട്ടോ, ഉള്ളവർ വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മളിവിടെ ഒരു ബർഗർ ബണ്ണും കൂടി എടുത്തിട്ടുണ്ട്. ഇത് പുറമേ നിന്ന് വാങ്ങിയിട്ടുള്ള ബർഗർ ബണ്ണാട്ടോ. അപ്പോൾ വീട്ടിലൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്നവർ വീട്ടിലുണ്ടാക്കി എടുക്കുക. പക്ഷേ ഇത് നമ്മൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പുറമേ നിന്ന് തന്നെയാണ് വാങ്ങിയിട്ടുള്ളത്. ഇനി ഇതിൻ്റെ അടിഭാഗത്തെ ആ സ്ലൈസിൽ നമുക്ക് കുറച്ച് പിസ്സ സോസ് നമുക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ആ ബണ്ണിൻ്റെ മുകൾ ഭാഗത്തെ ആ സ്ലൈസിൽ നമുക്ക് മയോനൈസും കൂടെ നമുക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ബണ്ണിൻ്റെ 2 സ്ലൈസിലും നമ്മൾ നല്ല പോലെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ പിസ്സ സോസ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ബണ്ണിൻ്റെ മുകളിലായിട്ട് നമ്മുടെ ചിക്കൻ ഫില്ലിംഗ് ഉണ്ടല്ലോ, അത് നമുക്ക് വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ നല്ല പോലെ അമർത്തി പ്രസ് ചെയ്തിട്ട് വേണം വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി അതിന് മുകളിലായിട്ട് നമുക്കിതിന് മുകളിൽ കുറച്ച് മൊസറല്ല ചീസാണ് നമ്മൾ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഏത് ചീസ് വേണമെങ്കിലും നമുക്ക് ഇഷ്ടമുള്ളത് യൂസ് ചെയ്യാം കേട്ടോ. ചീസിൻ്റെ ഷീറ്റൊക്കെ ആണെങ്കിൽ അത് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്താൽ മതി. അങ്ങനെ 2 ബണ്ണിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഇഷ്ടമുള്ള അത്രയും ചീസ് ചേർത്ത് കൊടുക്കാം കേട്ടോ. കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ ഒത്തിരി ചേർത്ത് കൊടുത്തോ, അവർക്ക് ഒത്തിരി ഇഷ്ടമാവും. ഇനി ഇതിന് മുകളിലായിട്ട് കുറച്ച് ഒറിഗാനും കൂടെ നമുക്ക് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഒരു നല്ലൊരു ഫ്ലേവർ കിട്ടും. ഇനി നമ്മൾ ഒരു 10 മിനിറ്റോളം ഒരു പാൻ ഇവിടെ ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, അടച്ചിട്ട്. അതിലോട്ട് നമുക്ക് ഈ പ്ലേറ്റ് ഇറക്കി വെച്ചിട്ട് ഇനി മൂടി വെച്ചിട്ട് ഒരു ലോ ഫ്ലെയിമിലാണെങ്കിൽ ഒരു 5 മിനിറ്റ്, മീഡിയം ഫ്ലെയിമിലാണെങ്കിൽ ഒരു 10 മിനിറ്റോളം നമുക്കിതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ ചീസൊക്കെ ഇങ്ങനെ മെൽറ്റായി കിട്ടണം, അതുവരെ വേണം നമ്മൾ കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ഇത് വേറൊരു പ്ലേറ്റിലോട്ട് മാറ്റിയെടുക്കാം കേട്ടോ. നമ്മുടെ ചീസൊക്കെ മെൽറ്റായിട്ട് കാണുമ്പോൾ തന്നെ സൂപ്പറാണ് കേട്ടോ. ഇനി നമുക്കിത് രണ്ടും കൂടെ ഇട്ട് ഒന്ന് മൂടി വെക്കാം. അപ്പോൾ നമ്മുടെ ബർഗറാണല്ലോ ഇത്, പിസ്സ ബർഗർ അല്ലേ. അപ്പോൾ നമ്മൾ ഇതേപോലെ മൂടി വെച്ച് നമ്മുടെ പിസ്സ ബർഗർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സൂപ്പർ ടേസ്റ്റിലുള്ളൊരു ബർഗറാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, നമ്മുടെ പിസ്സയുടെ ടേസ്റ്റും ആയിരിക്കും. ഓക്കെ,
അപ്പോൾ ഒരു നല്ല റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.